നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്ന ലേണിങ്, അതിൻ്റെ തന്നെ മീനിങ്, ഡെഫിനീഷൻ, അതേപോലെ തന്നെ നേച്ചർ ഓഫ് ലേണിംഗ്, ദെൻ എലമെൻറ്റ്സ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലേണിംഗ് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ഇത്ര നേരം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്നു എന്ന് മാത്രം. നോക്കിക്കേ, ലേണിംഗ് ഇസ് ദ കണ്ടിന്യൂസ് മോഡിഫിക്കേഷൻ ഓഫ് ദ ബിഹേവിയർ വിച്ച് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ഒരു മോഡിഫിക്കേഷനാണ്, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. അതിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഏജ് പീരീഡിൽ മാത്രമാണ് നമ്മുടെ സ്വഭാവം മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെയും നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അത് രണ്ടും ഇൻ്റർ കണക്റ്റഡും ആണ്, ത്രൂ ഔട്ട് ദ ലൈഫ് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ദെൻ ലേണിംഗ് ഈസ് എ പെർവാസീവ് പ്രോസസ് ആൻഡ് ഇറ്റ് റീച്ചസ് ഇൻ ടു ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇപ്പോൾ പെർവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യാപിച്ച് കിടക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ലേണിംഗ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഒരിക്കലും ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റില്ല. ഏതൊരു ഏരിയ എടുത്താലും, ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് സയൻസ്, ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഫിസിക്സ്, മാത്സ്, ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് എടുത്താലും, നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഏതൊരു കാര്യം എടുത്താലും, നമ്മുടെ ഈ വേൾഡിൽ ഏതൊരു കാര്യം എടുത്താലും അവിടെ നമുക്ക് ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് അത്രയും വൈഡായിട്ട് കിടക്കുന്ന, വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. ദെൻ ലേണിംഗ് ഇൻവോൾവ്സ് ദ ഹോൾ പേഴ്സൺ ഇമോഷണലി, സോഷ്യലി ആൻഡ് ഇൻ്റലക്ച്വലി. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പേഴ്സണിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഒരാളുമായിട്ട്, നമ്മുടെ ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗാനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ ഇമോഷണലി ആയിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ ബിഹേവിയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങളായിക്കോട്ടെ, ഒരാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ലേണിംഗ് ഈസ് ഓൾവേസ് കൺസേൺ വിത്ത് ദ ഗോൾസ്. അപ്പോൾ ഇതും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, നമ്മൾ ഒരിക്കലും ഒരു ഗോൾ ഇല്ലാതെ ഒരു കാര്യം നമ്മൾ ലേൺ ചെയ്യുന്നില്ല. ഏതൊരു കാര്യം എടുത്താലും അവിടെ എന്താണ്, ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് എവിടെ എങ്ങനത്തെ കാര്യം എടുത്താലും അതൊരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതേപോലെ തന്നെ ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ മോട്ടിവേഷൻ ആൻഡ് മെച്ചുറേഷൻ. നോക്കിക്കേ, ഇപ്പം ഞാൻ പറഞ്ഞു, ക്ലാസ്സിൽ നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ടീച്ചർ അതിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അത് പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും, അല്ലേ? സോ നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആവുന്നോ അത്രയും നമ്മുടെ ലേണിംഗ് പ്രോസസ്സും സിമ്പിൾ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ അത് കുറച്ചും കൂടി നമുക്കൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് മെച്ചുറേഷൻ. അതായത് നമ്മുടെ പ്രായം അല്ലെങ്കിൽ നമ്മുടെ മെച്യൂരിറ്റി, അതും ഈ ലേണിംഗ് പ്രോസസ്സിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ലേണിംഗ് ആർ പോസിറ്റീവ്ലി റിലേറ്റഡ്. ഞാൻ പറഞ്ഞു, എന്താണ്, ഏതൊരു കാര്യം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലോ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് വേണം. അതല്ലാതെ നമുക്കൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ ആരെങ്കിലും തല്ലി പഠിപ്പിച്ച് ഇത് പഠിക്കേ എന്നിപ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരാണെങ്കിലും അതെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഇരുന്ന് അത് പഠിക്കേ എന്നൊക്കെ പറയുമ്പോഴും എന്താണ്, നമ്മളൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ, നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് പാരൻസിനെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ട് മാത്രമായിരിക്കും, അല്ലേ? നമ്മൾ ഒരിക്കലും അത് സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടായിരിക്കുമോ? നമ്മൾ ജസ്റ്റ് വായിക്കുന്നുണ്ടാവും, മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. സോ ലേണിംഗ് എന്ന പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ഇൻട്രസ്റ്റും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ്ലി ഇൻ്റർകണക്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ലേണിംഗ് ഈസ് എ റെസ്പോണ്ട് ടു incentives. In most cases, the positive response such as reward is more effective than the negative reinforcement such as punishment. അപ്പോൾ ഇതൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന റിവാർഡ്സിനനുസരിച്ചിരിക്കും നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സിലൊരു കുട്ടി ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ഇപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാണ്, ആ കുട്ടീനെ പിടിച്ചിട്ട് നല്ല പോലെ ചീത്ത പറയുക, അല്ലെങ്കിൽ അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല പോലെ പണിഷ്മെൻറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിക്കാം.
അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ മനസ്സിൽ എന്താ, ഓ ടീച്ചർ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നെ ചീത്ത പറഞ്ഞു, അത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് വേയിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം നേരെ മറിച്ച് ആ ബഹളം വെച്ച കുട്ടീനെ നമ്മൾ വിളിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഇരുന്ന് സംസാരിച്ച് അവൻ്റെ സിറ്റുവേഷനും നമ്മൾ മനസ്സിലാക്കി ഒരു പോസിറ്റീവ് രീതിയിൽ അതിനെ കണ്ട് മെല്ലെ മെല്ലെ സംസാരിച്ച് മാറ്റുകയാണെങ്കിലോ അത് നല്ലൊരു ചേഞ്ച് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് കിട്ടുന്ന റിവാർഡിനനുസരിച്ചിട്ടാണ് അവിടെ അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. നല്ലൊരു റിവാർഡ്, ഒരു പോസിറ്റീവ് റിവാർഡ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതിനനുസരിച്ച് എന്താകും, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അല്ല നമുക്ക് കിട്ടുന്ന റിവാർഡ് നെഗറ്റീവാണ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ലേണിംഗ് എന്ന് പറയുന്നത് അത്ര ഒരു എഫക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മളെന്താ ഒരു കുട്ടിയെ ചീത്ത പറയുന്നതിന് മുന്നേ ആ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ആ കുട്ടീനെ സമാധാനത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുറച്ചും കൂടി അവിടെ ആ ഒരു എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് മോർ എഫക്റ്റീവ് ടുവേർഡ്സ് ദ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇതല്ലാതെ തന്നെ ഇതിലിപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സും ആഡ് ചെയ്യാം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പ്രോസസ്സാണ്, ലേണിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, യൂണിവേഴ്സലാണ്, അങ്ങനത്തെ എല്ലാ പോയിൻറ്റ്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.